നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. കടവലൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന് ഗുണനിലവാരത്തിന്റെ അംഗീകാരമായ ISO സർട്ടിഫിക്കേഷൻ. കുടുംബശ്രീ മിഷൻ സംസ്ഥാന തലത്തിൽ നടപ്പിലാക്കുന്ന ISO സർട്ടിഫിക്കേഷൻ പദ്ധതിയുടെ ഭാഗമായാണ് സർട്ടിഫിക്കേഷൻ നേടിയെടുത്തത്. സ്ത്രീ ശാക്തീകരണത്തിലൂടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി കേരള സർക്കാർ രൂപീകരിച്ച ഉപനിയമപ്രകാരമുള്ള എല്ലാ സേവനങ്ങളും നൽകിയതിനാണ് അംഗീകാരം. ഓഫീസിലെ ഫയൽ ക്രമീകരണം, സാമ്പത്തിക ഇടപാടുകളും രജിസ്റ്ററുകളും പരിപാലിക്കുന്നതിലെ കൃത്യത, അയൽക്കൂട്ട വിവരങ്ങൾ, കാര്യക്ഷമത, സേവന മേഖലയിലെ വിലയിരുത്തൽ, ഓഫീസ് ക്രമീകരണങ്ങൾ, പൊതുജനങ്ങൾക്ക് നൽകുന്ന സേവനങ്ങൾ, ഹെൽപ്പ് ഡെസ്ക് എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് നേട്ടം കൈവരിച്ചത്. വേലൂർ RMLP സ്കൂളിൽ പച്ചക്കറി കൃഷിയുടെ വിത്തിറക്കി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് VV വിജിനിൽ അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ ജസ്ന മരിയ ക്ലാസ് എടുത്തു. വാർഡ് മെമ്പർ ബിന്ദു ശർമ്മ, PTA വൈസ് പ്രസിഡന്റ് ആൻസി സിജോ, സ്റ്റാഫ് സെക്രട്ടറി ബിന്ദു ജോസ്, പ്രധാനാധ്യാപകൻ CJ ജിജു തുടങ്ങിയവർ സംസാരിച്ചു. കഴിഞ്ഞ വർഷങ്ങളിൽ ജില്ലയിലെ മികച്ച 3ാമത്തെ കർഷകാധ്യാപക അവാർഡും ജില്ലയിലെ മികച്ച വിദ്യാർത്ഥി കർഷക അവാർഡും RMLPSന് ലഭിച്ചിട്ടുണ്ട്. വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട 150 ഔഷധ സസ്യങ്ങൾ നട്ടുവളർത്തുന്ന സ്കൂൾ കൂടിയാണ്. കടവലൂർ പഞ്ചായത്തിൽ 4 കമ്മ്യൂണിറ്റി ഹാൾ ഉണ്ടെങ്കിലും നാട്ടുകാർക്ക് പ്രയോജനമില്ല. അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തതാണ് പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാനുള്ള തടസ്സമായി പറയുന്നത്. കരിക്കാട് പഞ്ചായത്ത് കെട്ടിടം, കടവല്ലൂർ വട്ടമ്മാവ്, തിപ്പിലശ്ശേരി, കസ്തൂർബ നഗർ, വടക്കേക്കോട്ടൂൽ, ഉന്നതി എന്നിവിടങ്ങളിലാണ് ഹാളുകളുള്ളത്. വിവാഹം, മരണാനന്തര സദ്യകൾ തുടങ്ങിയവ നടത്താൻ സാധാരണക്കാർക്ക് കുറഞ്ഞ ചെലവിൽ ലഭ്യമാക്കുകയായിരുന്നു കമ്മ്യൂണിറ്റി ഹാളുകളുടെ പ്രധാന ലക്ഷ്യം. എന്നാൽ പഞ്ചായത്തിന്റെ ചില പരിപാടികളും പാർട്ടി യോഗങ്ങളും മാത്രമാണ് ഇവിടെ നടക്കുന്നതെന്നാണ് ആരോപണം. കരിക്കാട് പഞ്ചായത്ത് ഓഫീസിന് സമീപം പ്രവർത്തിച്ചിരുന്ന ഹാൾ 4 വർഷം മുമ്പ് വരെ നാട്ടുകാർക്ക് ലഭിച്ചിരുന്നു. പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം പൊളിച്ചപ്പോൾ ഓഫീസ് താൽക്കാലികമായി കമ്മ്യൂണിറ്റി ഹാളിലേക്ക് മാറ്റി. അതോടെ പൊതുജനങ്ങൾക്ക് കൊടുക്കുന്നത് നിർത്തി. കഴിഞ്ഞ ആഴ്ച പഞ്ചായത്ത് ഓഫീസ് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റി ഹാൾ അറ്റകുറ്റപ്പണി നടത്തി വീണ്ടും പ്രവർത്തിക്കുമെന്നാണ് അധികൃതർ പറയുന്നത്. വട്ടമ്മാവിലെ ഹാൾ നവീകരിക്കുന്നതിനാണ് അടച്ചത്. മാസങ്ങൾ പിന്നിട്ടിട്ടും പണികൾ പൂർത്തിയായിട്ടില്ല. കോട്ടോൽ, ഉന്നതിയിലെ ഹാൾ അതീവ ശോച്യാവസ്ഥയിലാണ്. തിപ്പിലശ്ശേരിയിൽ സാമഗ്രികളുടെ കുറവാണ് പ്രശ്നം. കമ്മ്യൂണിറ്റി ഹാളുകളുടെ പ്രവർത്തനം ക്രമീകരിക്കാനും മേൽനോട്ടത്തിനും മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ടാക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും നടപ്പായില്ലെന്ന് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് MK രാജേഷ് പറഞ്ഞു. ഞങ്ങൾക്ക് വേണം ജോലി, ഞങ്ങൾക്ക് വേണം മതേതര ഇന്ത്യ എന്ന മുദ്രാവാക്യമുയർത്തി ആഗസ്റ്റ് 15-ന് സംഘടിപ്പിക്കുന്ന DYFI സമരസംഗമത്തിന്റെ ഭാഗമായി ഗുരുവായൂർ മുനിസിപ്പൽ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TV ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു. DYFI പാലുവായ് മേഖലാ സെക്രട്ടറി റിനോയ് അധ്യക്ഷത വഹിച്ചു. ജാഥ ക്യാപ്റ്റൻ DYFI ജില്ലാ വൈസ് പ്രസിഡന്റ് എറിൻ ആന്റണി, വൈസ് ക്യാപ്റ്റൻ ദേവിക ദിലീപ്, മാനേജർ പ്രജീഷ് എന്നിവർ സംസാരിച്ചു. ഹിരോഷിമ നാഗസാക്കി ദിനാചരണത്തോടനുബന്ധിച്ച് ഇടം സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ യുദ്ധവിരുദ്ധ സദസ്സ് നടത്തി. യുദ്ധം സർവനാശം എന്ന ശീർഷകത്തിൽ എരുമപ്പെട്ടി സെന്ററിൽ നടത്തിയ പൊതുയോഗം എഴുത്തുകാരൻ ഡോക്ടർ ജോൺ ജോഫി ഉദ്ഘാടനം ചെയ്തു. ഇടം പ്രസിഡന്റ് EK മിനി അധ്യക്ഷയായി. സെക്രട്ടറി ഷൗക്കത്ത് കടങ്ങോട്, റിട്ടയർഡ് കേണൽ റജീന, കവി ശശികുമാർ എരുമപ്പെട്ടി, നാരായണൻ കോടനാട് എന്നിവർ സംസാരിച്ചു. റഷീദ് എരുമപ്പെട്ടി, KP ജയൻ, KA ഫരീദ് അലി, KR രാധിക, നാസിമ ഷക്കീർ എന്നിവർ നേതൃത്വം നൽകി. യുദ്ധത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ 1914 മുതൽ 19 വരെ നീണ്ടുനിന്ന 5 വർഷക്കാലത്തെ യുദ്ധം കൊണ്ട് ലോകത്തെ അക്കാലത്തെ പ്രബല രാഷ്ട്രങ്ങളിലെ ചേരിതിരിഞ്ഞുണ്ടായ ഏറ്റുമുട്ടലിൽ ഇവിടെ ഷൗക്കത്ത് പറഞ്ഞതുപോലെ 2 കോടി ജനങ്ങളാണ് മരിച്ചത്. അതിന്റെ 3 ഇരട്ടി ജനങ്ങളാണ് അംഗവിഹീനരായി മാറിയത്. യുദ്ധത്തിൽ പങ്കെടുത്തവരും പങ്കെടുക്കാത്തവരുമായ രാജ്യങ്ങളിലെ ജനത മുഴുവൻ ദുഃഖ ദുരിത ജീവിത ഭാരം അനുഭവിച്ചു. തൊഴിൽ നഷ്ടപ്പെട്ടു. KSKTU ചാവക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംയോജിത കൃഷിക്ക് തുടക്കമായി. മണത്തല പരപ്പിൽ താഴത്ത് KSKTU ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം
AH അക്ബർ ഏരിയ തല ഉദ്ഘാടനം നിർവഹിച്ചു. ഏരിയ സെക്രട്ടറി വി അനൂപ്, ജോയിന്റ് സെക്രട്ടറി KA ഉണ്ണികൃഷ്ണൻ, PS അശോകൻ, AA മഹേന്ദ്രൻ, KV ശശി എന്നിവർ സംസാരിച്ചു. ജനശ്രീ മിഷൻ എരുമപ്പെട്ടി മണ്ഡലം സഭയുടെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി. ഉമ്മൻചാണ്ടി സ്മൃതി എന്ന പേരിൽ കുന്നംകുളം ദയ റോയൽ ആശുപത്രിയുടെ സഹകരണത്തോടെ പ്രസിഡൻസി ഡിഗ്രി ക്യാമ്പസിൽ നടത്തിയ ക്യാമ്പ് ജനശ്രീ ജില്ലാ ജനറൽ സെക്രട്ടറി AT ജോസ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം സഭാ ചെയർപേഴ്സൺ സിജി ജോൺ അധ്യക്ഷയായി. UDF കുന്നംകുളം നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ്, അജു നെല്ലുവായി, NK കബീർ, AU മനാഫ്, MC ഐജു, ദയ ഹോസ്പിറ്റൽ പ്രതിനിധി വിധു ശങ്കർ എന്നിവർ സംസാരിച്ചു. ഗൈനക്കോളജി, ജനറൽ സർജറി, ENT എന്നീ വിഭാഗങ്ങളിലാണ് ക്യാമ്പ് നടത്തിയത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കേച്ചേരി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. അമല ആശുപത്രിയുമായി സഹകരിച്ച് കേച്ചേരി ഗവൺമെന്റ് LP സ്കൂളിൽ നടന്ന ക്യാമ്പ് ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് PK ജെയിംസ് അധ്യക്ഷനായി. അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ജോയിന്റ് ഡയറക്ടർ ഫാദർ ഷിബു പുത്തൻപുരയ്ക്കൽ ക്യാമ്പിനെക്കുറിച്ച് വിശദീകരിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PT ജോസ്, പഞ്ചായത്ത് അംഗം ആൻഡോ പോൾ, ഹെൽത്ത് ഇൻസ്പെക്ടർ NM ജോസഫ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് സെക്രട്ടറി P അബൂബക്കർ, ട്രഷറർ സജി ചിറമൽ, മർച്ചന്റ് വെൽഫെയർ ഭാരവാഹികളായ KK അബ്ദുൾ മനാഫ്, മെൻഡോവി തോമസ്, P രാജേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. കാർഡിയോളജി, ഗൈനക്കോളജി, നെഫ്രോളജി, ഓർത്തോ തുടങ്ങിയ വിഭാഗങ്ങളിലായി നടന്ന മെഡിക്കൽ ക്യാമ്പിൽ 400ഓളം പേർ പരിശോധനകൾ നടത്തി. ഞങ്ങൾക്ക് വേണം ജോലി, ഞങ്ങൾക്ക് വേണം മതേതര ഇന്ത്യ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് DYFI ബ്ലോക്ക് കമ്മിറ്റി ഓഗസ്റ്റ് 15-ന് വടക്കാഞ്ചേരിയിൽ നടത്തുന്ന സമരസംഗമത്തിന്റെ പ്രചരണാർത്ഥം എരുമപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൽനട പ്രചരണ ജാഥ നടത്തി. നെല്ലുവായി സെന്ററിൽ നിന്ന് ആരംഭിച്ച ജാഥ എരുമപ്പെട്ടി വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി അബാൽ മണി ഫ്ളാഗ് ഓഫ് ചെയ്തു. ക്യാപ്റ്റൻ വടക്കാഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റി അംഗം മിഥുൻലാൽ, വൈസ് ക്യാപ്റ്റൻ ബ്ലോക്ക് കമ്മിറ്റി അംഗം NS അങ്കിത, മാനേജർ എരുമപ്പെട്ടി മേഖലാ സെക്രട്ടറി MV വിനീത് എന്നിവർ ജാഥ നയിച്ചു. നിരവധി സ്വീകരണ കേന്ദ്രങ്ങൾ പിന്നിട്ട് ചുങ്കം സെന്ററിൽ ജാഥ സമാപിച്ചു. സമാപന പൊതുയോഗം DYFI മുൻ ജില്ലാ കമ്മിറ്റി അംഗം S ബസന്തലാൽ ഉദ്ഘാടനം ചെയ്തു. DYFI കാട്ടകമ്പൽ പഞ്ചായത്ത് തല കാൽനട പ്രചരണ ജാഥയുടെ പൊതുസമ്മേളനം ജെറുസലേം സെന്ററിൽ SFI തൃശൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി T അഭിജിത്ത് ഉദ്ഘാടനം ചെയ്തു. പഴഞ്ഞി മേഖലാ സെക്രട്ടറി AM ജിഷ്ണു അധ്യക്ഷത വഹിച്ചു. മുതിർന്ന നേതാക്കളായ VS സിദ്ധാർത്ഥൻ, NK ഹരിദാസ്, കാട്ടകമ്പൽ മേഖലാ ട്രഷറർ അനുമോൻ C തമ്പി തുടങ്ങിയവർ സംസാരിച്ചു. ഓഗസ്റ്റ് 15-ന് പെരുമ്പിലാവിൽ നടക്കുന്ന സമരസംഗമത്തിന്റെ ഭാഗമായി ഞങ്ങൾക്ക് വേണം ജോലി, ഞങ്ങൾക്ക് വേണം മതേതര ഇന്ത്യ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ചെറുതുരുത്തി സെന്ററിൽ നിന്നും കാൽനട പ്രചരണ ജാഥ ആരംഭിച്ചത്. കാട്ടകമ്പൽ പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളായ അയ്യന്നൂർ, പഴഞ്ഞി, കരിയാമ്പറ, കാഞ്ഞിരത്തിങ്കൽ, മൂലേപ്പാട്, പെങ്ങാമുക്ക് എന്നിവിടങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ചിറക്കൽ സെന്ററിൽ സമാപിക്കും. ജാഥ ക്യാപ്റ്റൻ PA യദുകൃഷ്ണൻ, വൈസ് ക്യാപ്റ്റൻ VS ലെനിൻ, മാനേജർ സന്ധ്യ സജിത്ത് എന്നിവർ ജാഥ നയിക്കും. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെമ്പർഷിപ്പ് ദിനാചരണവും പഠന ക്ലാസും നടത്തി. എരുമപ്പെട്ടി മങ്ങാട് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടി AKTA വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി AR അരവിന്ദാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് KT രാജൻ അധ്യക്ഷനായി. ട്രഷറർ PV ഇന്ദിര, ജോയിന്റ് സെക്രട്ടറി KB മുരളീധരൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ മെമ്പർഷിപ്പ് വിതരണം നടന്നു. ചിറമനേങ്ങാട് ശ്രീ കുന്നമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ ആനയൂട്ടും മഹാഗണപതി ഹോമവും നടത്തി. ക്ഷേത്രം തന്ത്രി വടക്കേടത്ത് നാരായണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം മേൽശാന്തി പുതുമന ഹരീഷ് നമ്പൂതിരി, വെളിച്ചപ്പാട് ശങ്കരനാരായണൻ, ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ഷാജി വലിയറ, സെക്രട്ടറി ചന്ദ്രൻ നായർ, ജോയിന്റ് സെക്രട്ടറി KK ഷാജൻ, ഖജാൻജി അനിൽ മാഷ്, വൈസ് പ്രസിഡന്റ് PV പ്രസാദ് എന്നിവർ നേതൃത്വം നൽകി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചിറക്കൽ കാട്ടകമ്പൽ യൂണിറ്റ് ദേശീയ വ്യാപാരി ദിനം ആചരിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് സോണി സക്കറിയ പതാക ഉയർത്തി ദേശീയ വ്യാപാരി ദിന സന്ദേശം നൽകി. ജനറൽ സെക്രട്ടറി PI മോൺസൺ, ട്രഷറർ അനിൽ P മാത്യു, ജോയിന്റ് സെക്രട്ടറി PM സ്കറിയാച്ചൻ എന്നിവർ സംസാരിച്ചു. കമ്മിറ്റി മെമ്പർമാർ നേതൃത്വം നൽകി. കടങ്ങോട് അന്തിമഹാകാളൻ ക്ഷേത്രത്തിൽ അഖണ്ഡനാമ ജപവും അന്തിമഹാകാളൻ ദേവന്
101 കുടം ജലധാര സമർപ്പണവും നടന്നു. അഷ്ടമംഗല്യ പ്രശ്നത്തിന്റെ ഭാഗമായാണ് പൂജാകർമ്മങ്ങൾ നടത്തിയത്. വിശ്വംഭരൻ സ്വാമി മുഖ്യ കാർമ്മികനായി. തുടർന്ന് അന്നദാനവും നടന്നു. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും മാതൃസമിതി ഭാരവാഹികളും നേതൃത്വം നൽകി. എരുമപ്പെട്ടി മങ്ങാട് മങ്ങാട്ടുകാവ് അയ്യപ്പൻ ഭഗവതി ക്ഷേത്രത്തിൽ ഇല്ലനിറയും ആനയൂട്ടും നടന്നു. മഹാഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, ഗണേശ പൂജ എന്നിവ നടന്നു. ക്ഷേത്ര മേൽശാന്തി വിഘ്നേശ്വര എമ്പ്രാന്തിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ നടന്നത്. തുടർന്ന് ഇല്ലം നിറയും ആനയൂട്ടും നടത്തി. ക്ഷേത്രത്തിലെത്തിയ എല്ലാ ഭക്തജനങ്ങൾക്കും പ്രഭാത ഭക്ഷണവും ഒരുക്കിയിരുന്നു. ക്ഷേത്രം ദേവസ്വം പൂരാഘോഷ കമ്മിറ്റി സംയുക്തമായാണ് ചടങ്ങുകൾ നടത്തിയത്. കേരളത്തിലെ പ്രമുഖ എഞ്ചിനീയേഴ്സ് സംഘടനയായ ലെൻസ്ഫെഡിന്റെ ഏരിയ ജനറൽ ബോഡി യോഗം കുന്നംകുളത്ത് നടന്നു. ഫുഡ് മാജിക് ഹാളിൽ നടന്ന യോഗം തൃശൂർ ജില്ലാ പ്രസിഡന്റ് OV ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ബിൽ ഫോർമാറ്റ്, ഓഫീസ് ബോർഡ് മാതൃകയും പ്രകാശനം ചെയ്തു. കുന്നംകുളം ഏരിയ പ്രസിഡന്റ് ബെൻസൺ വിൻസെന്റ് അധ്യക്ഷത വഹിച്ചു. റേറ്റ് ചാർട്ട്, മാർഗനിർദ്ദേശ നോട്ടീസും ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ കുന്നംകുളം ഏരിയ അംഗങ്ങൾക്ക് കൈമാറി. അജിത്, ബാബു, ജോർജ്, നിമൽ, CK ഷാജു തുടങ്ങിയവർ സംസാരിച്ചു. ചരമം. ആളൂർ ചക്രമാകിൽ ജേക്കബ് ഭാര്യ ആലീസ് നിര്യാതയായി. 78 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച വൈകിട്ട് 4-ന് ആളൂർ സെന്റ് സെബാസ്റ്റ്യൻ പള്ളി സെമിത്തേരിയിൽ നടക്കും. ജോഷി, ജോബി, ജോഫി, ജിഷി എന്നിവർ മക്കളാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.